ഒരുപാട് നേതാക്കൾ ഒരുപാട് പൊതുയോഗങ്ങളിൽ പലതരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. മണിയാശാനേക്കാൾ തീവ്രമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ മണിയാശാനെതിരെ മാത്രത്തൊരു കേസ് വന്ന സാഹചര്യം. അതിപ്പോൾ ഒരു കാര്യമാണ്, അത് രാഷ്ട്രീയമായ കാരണങ്ങളാണ് എൻ്റെ പിന്നിൽ. വേറെ എന്നാ പിന്നെ ബഷീർ, ലീഗിൻ്റെ ബഷീർ നേരെ പരസ്യമായി ഞങ്ങൾ രണ്ടുപേരെ തട്ടിയെന്ന് നേരെ പറഞ്ഞതാണ്. കൊന്നതുവാ, കേസെടുത്തില്ലല്ലോ, കേസ് രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ട് രക്ഷപ്പെടുത്തിയല്ലോ. എന്തുകൊണ്ട്? രാഷ്ട്രീയമാണ്, ലീഗാണ്. ഉമ്മൻചാണ്ടിക്ക് ഭരിക്കണേ ലീഗ് വേണം. അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, കോൺഗ്രസ്സിനെ അവിടെ കെട്ടുകെട്ടിച്ച പാർട്ടിയുടെ നേതാവാണ്. അതാണ്. അവിടെ പാർലമെൻറ്റിൽ ഇല്ലല്ലോ സീറ്റ്, ശരിയാക്കി കൊടുത്തില്ല. അടുത്ത തവണയും ശരിയാക്കി കൊടുക്കുക തന്നെ ചെയ്യും, ഉറപ്പാണ്. അതുപോലെ തന്നെ 3 സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചു, ഒരെണ്ണം പച്ചതപ്പിയില്ല, ഇനിയും പച്ചതപ്പത്തില്ല. 2 കേരള കോൺഗ്രസ് ആയിരിക്കുന്നത്. ഞങ്ങൾ മനസ്സ് വെച്ചാൽ അവിടെയും ജയിക്കും. അതാണ്. എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവും ശക്തിപ്പെട്ടു. അതിന് ഒരു മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരാൾ ഞാനാണ്, പിന്നെ സൗ ജയചന്ദ്രനാണ്. അപ്പം ഞങ്ങളെ ഒതുക്കുക എന്നുള്ളതല്ല വേറെ എന്നാ പരിപാടി ഇതിന്? നിങ്ങളല്ലെന്നൊരു ന്യായം പറ, ഇതിന് എന്താ കാര്യമാണെന്ന്. ഞങ്ങളാരെങ്കിലും കൊന്നോ പറ. ഞങ്ങളാരെയും കൊന്നിട്ടില്ല എന്ന് മനസ്സിലായില്ലേ? ഞങ്ങളാരെയും കൊന്നിട്ടില്ല, ഞങ്ങൾ ഈ കേസിലൊന്നും പെട്ടിട്ടില്ല. ഇതൊക്കെ അന്ന് തന്നെ വേണേൽ ഞങ്ങളെ പെടുത്താമായിരുന്നല്ലോ. അന്ന് കോൺഗ്രസ് ഗവൺമെൻറ്റല്ലേ, രവിയുടെ ഗവൺമെൻറ്റല്ലേ, രവിൻ്റെ പോലീസല്ലേ, അന്ന് ഞങ്ങളെ പെടുത്താമായിരുന്നല്ലോ ഇതിനകത്ത്. അന്ന് പെടുത്തിയാൽ പിന്നെ ഒരു ന്യായം പറയാം. അന്ന് കേസെടുത്ത് വിട്ടുപോയി കഴിഞ്ഞാൽ ഇപ്പം പുതിയ കേസ് കൊണ്ടുവന്ന് ഞങ്ങളെയെല്ലാം കൂടെ കേസിൽപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമല്ലാതെ വേറെ എന്താ? മനുഷ്യ സ്നേഹമാണോ? നിയമവ്യവസ്ഥയോടുള്ള കൂറാണോ? ഒന്നുമല്ല. തനി തട്ടിപ്പാണ്, രാഷ്ട്രീയമാണ്. ഞങ്ങളെ അവിടെ ഒതുക്കാവുന്ന അങ്ങനെ ഒന്നും കോൺഗ്രസ് അവിടെ ഒന്നും രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. അവിടെ രക്ഷപ്പെടത്തുമില്ല. അതിനെയെല്ലാം ഞങ്ങൾ നേരിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അഞ്ചേരി കൊല്ലപ്പെടുന്ന സമയത്ത് സംസ്ഥാന സെക്രട്ടറി VS ആയിരുന്നില്ല പാർട്ടി? VS ആയിരുന്നു. അതിന് VS ഉത്തരവാദിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് മര്യാദയും സത്യസന്ധതയെല്ലാം ഉണ്ട്. ഞാൻ VS കൂടെ ഇതിനകത്ത് ഉത്തരവാദിയല്ലേ എന്ന് വേണേ ഒരു കൗണ്ടർ പറയും. മണി ദണ്ഡിത്തരമൊന്നും പറയത്തില്ല. അത് വേറെ കാര്യം. തല പോയാലും ശരിയായ കാര്യവും ന്യായവും അല്ലാതെ ഞാൻ പറയുകയില്ല, പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ വളരെ ദരിദ്ര പശ്ചാത്തലത്തിൽ ജനിച്ച് വളർന്ന് ഇപ്പോൾ ഇങ്ങനെ വന്ന് ഇപ്പോൾ ഈ മന്ത്രിമന്ദിരമാണല്ലോ ഇവിടെ താമസിക്കാൻ ഇടയായതെല്ലാം ഞാൻ എൻ്റെ സിൻസിയാരിറ്റി കൊണ്ട് മാത്രമാണ്. അല്ല ഞാൻ എന്നാ ഉന്നത വിദ്യാഭ്യാസമില്ല, ചെറിയ വിദ്യാഭ്യാസം, വായനയും പഠനവും പ്രവർത്തനവും ജനങ്ങളോടൊപ്പം നിന്നു. അങ്ങനെയാണ് ഞാൻ വന്നത്. ഞാൻ മന്ത്രിയാകണമെന്നൊരു വലിയ ജനവിഭാഗം ആഗ്രഹിച്ചു. ഞാൻ സ്ഥാനാർത്ഥിയായപ്പം ജയിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്നെ തോൽപ്പിക്കാൻ എല്ലാ ശക്തികളും നോക്കിയെങ്കിലും ഞാൻ ജയിച്ചു. ഞാൻ മന്ത്രിയാകുകയില്ലെന്ന് അന്നേരവും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് താല്പര്യമില്ലാകുകയില്ലെന്ന്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് പാർട്ടി എന്നെ ഇപ്പോൾ തീരുമാനിച്ചത്. ഞാൻ പിന്നെ ഏറ്റു. എനിക്ക് ചെയ്യാവുന്ന ജോലി ഞാനതിന് ചെയ്യും. വേറൊന്നും എനിക്ക് അല്ലാതെ യാതൊരു വിദ്വേഷമില്ല. ഈ വിദ്വേഷം വെച്ചൊന്നും ആരോടും പെരുമാറുന്ന രീതി ഇരിക്കില്ല. എന്നെ അറസ്റ്റ് ചെയ്ത് ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്ന പ്രശ്നമില്ല. അതെല്ലാം വിട്ടു, അതെല്ലാം കാലം പോയി പോകും. അതാണ് നമ്മുടെ മനസ്സ്. ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. VS സെക്രട്ടറിക്ക് VSന് അറിയാവുന്നതാണല്ലോ അങ്ങ് നിരപരാധിയാണ് എന്ന്. എന്നിട്ടും ഇത്തരത്തിലേക്ക് വിവാദം ഉണ്ടാക്കിയത് അല്ല. അതൊന്നും ഇപ്പോൾ അങ്ങോട്ടൊന്നും പോയിട്ട് ഇനി കാര്യമില്ല. നിങ്ങളത് VSനോട് പോയി ചോദിച്ചു. എന്നോട് എന്തിനാ ചോദിച്ചു? വയ്യാവേലി എന്നെ കയറ്റി പിടിപ്പിക്കുന്നത്. ഒരു ഷെയ്ക്കാൻ്റെ ഇതാ.